സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ വലയിൽ പമ്പൻ സ്രാവുകൾ കുടുങ്ങുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി. ഞായറാഴ്ച ഹെസ്ബുള്ളയുടെ ഇപ്പോഴത്തെ ചീഫായിട്ടുള്ള ഹെയ്താം അലി തബ്താബായ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് അബു അലി തബ്താബായ് എന്ന് വേറൊരു പേരും കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ തലയെടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു. ബെയ്റൂത്ത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നാണ് ഇദ്ദേഹത്തെ അവർ പൊക്കിയെടുത്ത് കൊന്നത്. പുറത്തെടുത്തില്ല, ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് തന്നെ കൊല്ലുകയായിരുന്നു. ഞായറാഴ്ച കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്, അത് 9 നിലയുള്ള ഒരു ബിൽഡിംഗാണ്. അതിൻ്റെ 3ാമത്തെയും 4ാമത്തെയും നിലകൾ മാത്രമാണ് തകർക്കപ്പെട്ടത്. അത് സൈഡിലെ വോള് തുറന്നിട്ടാണ് മിസൈൽ ഉള്ളിൽ കടന്നിട്ടുള്ളത്. 3 മിസൈലുകളാണ്. ആദ്യത്തെ മിസൈൽ ഉപയോഗിച്ച് സൈഡിലെ വാള് തുറക്കുകയും പിന്നീട് വന്ന 2 മിസൈലുകൾ ഉള്ളിൽ കയറി എക്സ്പ്ലോഡ് ചെയ്ത് 3ാമത്തെയും 4ാമത്തെയും നിലകൾ തകർത്ത് കളയുകയുമാണ് ചെയ്തത്. ഇതിൽ ആകെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. 28 പേർക്ക് പരിക്ക് പറ്റിയതായി വിവരമുണ്ട്. വിവരങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഫ്ളാറ്റുകളിലൊക്കെ താമസിച്ചിരുന്നത് ഹെസ്ബുള്ള ഭീകരരായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവർ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന സ്ഥലമാണ്. ഈ പറയുന്ന ഹെയ്താം അലി തബ്താബായ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ആളാണ്. മിക്കവാറും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതിൽ തീർന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം ഹിസ്ബുള്ളയിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. 1980 മുതൽ 1968 ജനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇറാനിയാണ്, അമ്മ ലബനീസാണ്. 1980 മുതൽ ഇദ്ദേഹം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഈ മിഡിൽ ഈസ്റ്റിൽ ഓടി നടന്ന് ജോലി ചെയ്തിരുന്ന ആളാണ്. സിറിയയിലും യമനിലുമൊക്കെ ദീർഘകാലത്തെ തീവ്രവാദ പാരമ്പര്യം, ടെററിസ്റ്റ് പാരമ്പര്യം, ഭീകരവാദ പാരമ്പര്യം, ഭീകര പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. നിരവധി ആളുകളെ കൊന്ന് സ്വർഗത്തിൽ ഒരുപാട് പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുള്ള മനുഷ്യനുമാണ്. ഇദ്ദേഹത്തെ ഇസ്രായേൽ പലതവണ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ $5 മില്യൺ അമേരിക്ക ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയിട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വളരെ പ്രമുഖമായ ഒരു തലയാണിത്. അപ്പം ഈ തലയാണ് ഇന്നലെ ഇസ്രായേൽ ബെയ്റൂത്തിൽ വെച്ചിട്ട് തീർത്തിട്ടുള്ളത്. അപ്പം അതിൽ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരുന്നു. അപ്പം ഇതിൽ ഈ മൊസാദിന്റെ ചാരന്മാർ ഇവരുടെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാവുന്നത്. ഈ ടാർഗറ്റഡ് അറ്റാക്കിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ലേസർ ഗൈഡൻസ് മിസൈലുകൾക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഗൈഡിംഗ് ഡിവൈസ് വെക്കുന്നു. മിസൈലുകൾ അയച്ചു കഴിഞ്ഞാൽ ഇവർ ഉറങ്ങുന്ന ബെഡ് അന്വേഷിച്ച് ഈ മിസൈൽ അവിടേക്ക് ചെല്ലും. ആ രീതിയിലുള്ള ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. 9 നിലയുള്ള ബിൽഡിങ്ങിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരും താമസിച്ചിരുന്ന ആ 2 നിലകൾ മാത്രം കൃത്യമായി തകർക്കുന്നു. ബാക്കിയുള്ള നിലകൾ ഒരുപക്ഷെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കാം ഉള്ളത്, അല്ലെങ്കിൽ തീർത്തും നിരപരാധികളായിട്ടുള്ള ആളുകളായിരിക്കാം. എന്തായാലും ശരി, ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇദ്ദേഹവുമായി താമസിച്ചിരുന്ന ആ പാർപ്പിട സമുച്ചയത്തിലെ 2 നിലകളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. സൈഡ് വോള് തുറന്നിട്ടാണ് ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. ഇതിൽ ഇദ്ദേഹത്തിന്റെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ലെബനോൺ ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഹെസ്ബുള്ളയ്ക്ക് പറയാനുള്ളത് ഇസ്രായേലിൽ ചുവന്ന വര കടന്നു എന്നാണ്, റെഡ് ലൈൻ കടന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വീമ്പടിക്കുന്നതിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അപ്പം ചുവന്ന വര കടന്നു, ഇനി ഞങ്ങൾ ഇസ്രായേലിനെ തിരിച്ച് ചാമ്പിക്കളയും എന്നുള്ള മട്ടിലാണ്. എലി ഓടുന്ന പോലെ പാഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലെബനോണിലെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെന്തെങ്കിലും ഒന്ന് സ്വരുക്കൂട്ടിക്കൊണ്ടിരുമ്പോൾ ഈ ചെതലിന്റെ പുറ്റ് ഒക്കെ പൊങ്ങുന്ന സമയത്ത് തൊഴിച്ച് മറിച്ചിടുന്നത് പോലെ ഇവർ ചെറുതായിട്ട് എവിടെയെങ്കിലും ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ അത് കണ്ടുപിടിച്ച് അത് തകർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ലെബനീസ് പ്രധാനമന്ത്രി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുമായി കരാറിൽ ഏർപ്പെടാം. ഇസ്രായേലുമായിട്ട് എന്ത് കരാറാണ് അവർക്ക് ഏർപ്പെടാനുള്ളത്? ഇവർ ഓൾറെഡി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറ് പ്രകാരം ഹിസ്ബുള്ളയെ അവർ ഡിസാം ചെയ്തുകൊള്ളാം എന്നുള്ളതാണ് അവരുടെ കരാറ്. ഇതുവരെ ഒരു ഹിസ്ബുള്ളക്കാരൻ്റെ എന്തെങ്കിലും ഒരു തോക്കെങ്കിലും തിരിച്ചു വാങ്ങിക്കാൻ ലെബനീസ് ഗവൺമെന്റിന് സാധിക്കത്തുമില്ല. കാരണം ഈ പറയുന്ന ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് എന്നൊക്കെ പറഞ്ഞ ടെറർ ഗ്രൂപ്പുകളെ ഡിസാം ചെയ്യിക്കുക എന്ന് പറയുന്ന മനുഷ്യസാധ്യമായ കാര്യമല്ല. കാരണം അവനത് ഉപേക്ഷിക്കത്തില്ല. അവൻ മരിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്, അല്ലാണ്ട് കൊല്ലാൻ വേണ്ടി നടക്കുന്നവനല്ല. അവൻ മരിക്കുന്നതിനിടയിൽ കൂടെ കുറെ പേരെ കൊന്നേക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവനാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നിങ്ങൾക്ക് ഡിസാം ചെയ്യാനോ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും സാധിക്കില്ല. കാരണം മരണമാണ് അവർ ആഗ്രഹിക്കുന്ന പ്രതിഫലം. കാരണം മരിച്ചപ്പുറത്തേക്ക് എന്ന് കഴിഞ്ഞാൽ കിട്ടാനിരിക്കുന്ന വലിയ പ്രതിഫലങ്ങളെ സ്വപ്നം കണ്ട് നടക്കുന്ന കൂട്ടരാണ് ഇവരെ. അപ്പൊ അവരെ ഒരിക്കലും ഡിസാം ചെയ്യിക്കാനോ അല്ലെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല. കാരണം സമാധാനത്തിന്റെ മാർഗം അവർക്ക് അറിയത്തില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് മരിക്കുന്നതിന് മുൻപ് പരമാവധി അവരുടെ അള്ളാവിന്റെ ശത്രുക്കളെ കൊന്നു തീർക്കണം. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അങ്ങനെ കൊന്നു തീർത്തു കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് കിട്ടുന്ന
പ്രതിഫലം വളരെ വലുതായിരിക്കും. അപ്പോൾ ആ പ്രതിഫലത്തിന്റെ എണ്ണം കൂട്ടാൻ 72 എന്നുള്ളത് 72 മൾട്ടിപ്പിൾസ് ആക്കി എടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെ ഡിസാം ചെയ്യിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് കൊന്നു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ ഹമാസിന്റെയും ഒരു വലിയ ഫിഷിനെ, ഒരു വലിയ നേതാവിനെ പിടികൂടുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അലാബ് ഹദീദി എന്നാണ്. അലാബ് ഹദീദി. അദ്ദേഹത്തിന്റെ ഒപ്പം 5 ഭീകരന്മാരെ കൂടി റാഫ മേഖലയിലെ ഉള്ളിൽ കിടന്ന് വധിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ 17 പേര് ഒരു ടണലിൽ നിന്ന് പുറത്തു പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ നിന്ന് 4 പേരെ ഇസ്രായേൽ വധിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ 4 പേര് വധിച്ച കൂട്ടത്തിൽ പിന്നീട് 2 പേരെ അവർക്ക് പിടികിട്ടി അവന്മാരെ വേണ്ട വിധത്തിലൊക്കെ സൽക്കരിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു മൊത്തം 17 പേരാണ് ടണലിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ ഈ പറയുന്നത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണെങ്കിലും മനുഷ്യവാസമല്ല, മുഴുവൻ പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. മുഴുവൻ നാശനഷ്ടങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നാശനഷ്ടങ്ങളുടെ ഇടയിൽ ഒളിച്ചും പതുങ്ങിയുമായിട്ട് ഈ ആളുകൾ പല വഴിക്ക് നീങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവര് ഈ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തേക്ക് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് കടന്നു പോകാൻ സാധിച്ചേക്കും എന്ന പ്രതീക്ഷയിൽ ഇവര് പാത്തും പതുങ്ങിയും പോകുന്നു. അതിനിടയിലൂടെ 4 പേരെ വെടിവെച്ച് കൊല്ലുന്നു, 2 പേരെ പിടികിട്ടുന്നു. അപ്പൊ 4-2 6 പിന്നെ അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് കൂടാതെ 11 പേര്, മൊത്തം 17 പേരാണ് ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഇസ്രായേൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും പിന്നീട് അതിനകത്ത് നിന്ന് 7 പേരെ കൂടി കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ മൊത്തം 11 പേരെ കൊന്നു, 6 പേരെ അറസ്റ്റ് ചെയ്ത് കയ്യിലാക്കി. 17 പേരെ അവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന 200 എന്ന് പറയുന്ന നമ്പറിനകത്ത് 17 പേരുടെ ഒരു തുരങ്കത്തിനകത്ത് നിന്ന് അതിനകത്ത് വാസയോഗ്യമല്ലാത്തതുകൊണ്ട്, വെള്ളമില്ലാത്തതുകൊണ്ട്, ഭക്ഷണമില്ലാത്തതുകൊണ്ട് അത് കിടന്ന് ചത്തുപോകും എന്ന സാഹചര്യം വന്നപ്പോൾ രക്ഷപ്പെടാനുള്ള അവസാനത്തെ മാർഗം എന്ന നിലയിൽ പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിനിടയിലൂടെ ഇസ്രായേൽ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ വെടി അല്ലെങ്കിൽ കയ്യാമം വീഴുന്ന സാഹചര്യത്തിൽ ഇത്രയും ആളുകളെ പിടികൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇതിന്റെ പശ്ചാത്തലത്തില്, കാരണം തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇസ്രായേൽ ഉള്ളിൽ കടന്നു വധിക്കുന്നു, ഈ തുരങ്കത്തിലുള്ളവൻ പുറത്തു വരുന്നവനെ കൊല്ലുന്നു. അപ്പൊ ഒരു തരത്തിൽ രക്ഷയില്ല. പിന്നെ പുകച്ചു പുറത്തിയടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഹമാസ് ഇന്നലെ ഈജിപ്തില് ഹമാസിന്റെ വലിയ നേതാവ് പോയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, വെറുതെ മരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ യുദ്ധം ചെയ്ത് 1000 ഒന്നിച്ച് മരിച്ചോളാം, അല്ലാതെ ഇങ്ങനെ ഒന്നും ഒറ്റയായിട്ട് മരിച്ച് തീരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഒരു ലെബനോണായി മാറാൻ ഞങ്ങൾ ഗാസയെ അനുവദിക്കുകയില്ല, ഇസ്രായേലിനൊക്കെ തോന്നുന്ന സമയത്ത് കയറി ബോംബെ ചെയ്യുന്ന പരിപാടി പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈജിപ്തിൽ പോയിട്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെയും കൂടാതെ മീഡിയേറ്റേഴ്സിനെയും അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ അതിന് പറഞ്ഞ മറുപടി, ഇവർ പറഞ്ഞത് 500 തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അപ്പം ഇസ്രായേൽ പറയുന്നത് 500 തവണ ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ 501 തവണ ഹമാസ് അത് ലംഘിച്ചിട്ടുണ്ട്. കാരണം അവർ ഇങ്ങോട്ട് ലംഘിക്കും മാത്രമാണ് തിരിച്ച് ഞങ്ങൾ അടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇസ്രായേൽ അടിക്കുന്ന അടിക്ക് മാത്രം വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ഹമാസിന്റെ അടിക്ക് വാർത്താ പ്രാധാന്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് IDF-ന്റെ പരാതി. IDF-നെ സംബന്ധിച്ച് അവർ പറയുന്നത്, നിങ്ങൾ ആരെ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അങ്ങോട്ട് സീസ്ഫയർ വയലേഷൻ നടത്തിയല്ല, ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന അടി മാരകമായിരിക്കും, അത് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ അത് ഞങ്ങളാണ് തീരുമാനിക്കുക, അപ്പൊ ഇങ്ങോട്ട് തരാതിരുന്നാൽ പ്രശ്നമില്ല, അങ്ങോട്ടൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഇവരെ ഇടയ്ക്കിടയ്ക്ക് യെല്ലോ ലൈനിനെ അപ്രോച്ച് ചെയ്യുകയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഹമാസ് എന്ന് പറയുന്നതിന് കൃത്യമായ കമാൻഡുള്ള ഒരു സേനയല്ല. അപ്പൊ അത് ഓരോരുത്തരും തോന്നിയ അവനവന് യുക്തമെന്ന് തോന്നുന്ന സമയത്ത് അവർ കയറി ആക്രമിക്കും. നേരത്തെ പറഞ്ഞ ഇതേ പ്രശ്നമുണ്ട്, ഇവര് കൊല്ലാൻ വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്, മരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പൊ മരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ച് പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിക്കുന്ന കഴിഞ്ഞ് ഭേദം എത്രയും വേഗം മരിച്ച് മേലോട്ട് ചെന്ന് നമ്മൾ മദ്യപ്പുഴയെ കിടന്നൊന്ന് കുളിക്കാം, പിന്നെ വായിലേക്ക് വരുന്ന വായിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പഴങ്ങൾ തിന്നാം, ആ കൂട്ടത്തിലെ മറ്റേ സംഗതി നടക്കും. അപ്പൊ ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് എത്രയും വേഗം ഒന്ന് മരിച്ചു കിട്ടണം എന്ന് വിചാരിച്ച് ഇസ്രായേലിനെ സമീപിക്കുന്നു. ഹമാസിനെ സംബന്ധിച്ച് അവരുടെ എല്ലാം ഈ കടന്നൽക്കൂടിന്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ചെല്ലുന്നവനെ കൊല്ലുന്ന മാത്രമല്ല, അകത്ത് കയറി കുറേണ്ടതിനോട് കൊല്ലും. അതാണ് അവരുടെ അപ്രോച്ച്. അപ്പൊ ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ട ഒമാനിന് ഭയങ്കര ഭയം, നാളെ ഒമാനിൽ കയറി ഇസ്രായേൽ അടിച്ചു കളയോ എന്നുള്ളതാണ് ഇപ്പോൾ ഒമാനിനെ സംബന്ധിച്ചുള്ള വലിയ ഭയം. കാരണം ഈ ഹൂത്തികള് ചർച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് താമസിക്കുന്നത് ഒമാനിലാണ്. അപ്പൊ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഒമാനിൽ താമസാക്കിയിട്ടുണ്ട്. ഈ ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തറിൽ താമസിച്ചിരുന്നത് പോലെ ഹൂത്തികളുടെ നേതാക്കന്മാർ ഇപ്പോൾ ഒമാനിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ തലയെ കൊണ്ട് ഇവന്മാർ തീവരിയിടുമോ എന്ന് പേടിച്ച് ഒമാൻ ഇന്നലെ സൗദി അറേബ്യയിൽ ചെന്ന് സൽമാൻ രാജാവിനെ കണ്ട് നിലവിളിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം, അമേരിക്കയുടെ അടുത്ത് ഞങ്ങൾക്കും കൂടി ഒരു ഗ്യാരണ്ടി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കരയുന്നുണ്ട്. കാരണം ഏത് നിമിഷവും തങ്ങളുടെ തലയിൽ തീ വന്ന് വീഴും. ഈ പറയുന്ന ആര് പ്രൊട്ടക്ഷൻ കൊടുത്താലും, ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്ക പ്രൊട്ടക്ഷൻ കൊടുത്താൽ ആര് പ്രൊട്ടക്ഷൻ കൊടുത്താലും അവർ കൊല്ലാനുള്ളവരെ അവർ കൊന്നിരിക്കും എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നു. സ്വാഭാവികമായിട്ടും ഭീകരന്മാരെ ലോകത്തില് വാലിന് തീ പിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ ഇറാന്റെ ഇന്റലിജൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഇസ്മായിൽ ഖത്തീബ് പറയുന്നത് അവരുടെ ഖമനേയിയെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു വലിയ പ്ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പ്ലോട്ടുമായിട്ട് അവർ ഇറാനിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ കത്തിച്ചു കളയെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് അദ്ദേഹം നിലവിളിക്കുന്നത് ഞങ്ങളുടെ ഖമനേയിയെ കൊല്ലരുത്
എന്ന് ഇവരോട് പറയണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലവിളി. ഇങ്ങനൊരു പ്ലോട്ടുണ്ട്, പ്ലോട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഖത്തീബ് പറയുന്നത്. അതിനിടയിലൂടെ മറ്റൊരു വാർത്ത വരുന്നത്, നമ്മളുടെ ഇന്ത്യയിൽ നാഗാലാൻഡ് മണിപ്പൂർ റീജിയണിൽ ജ്യൂസിന്റെ ലോസ്റ്റ് ട്രൈബ് മനാസെ ഗോത്രത്തിൽപ്പെടുന്ന ആളുകൾ വസിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 2000 ആളുകളെ അവർ കുറച്ച് വർഷങ്ങൾക്കിടയിലൂടെ ഇസ്രായേലിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ഗലീലി റീജിയനിൽ അധിവസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് ഇന്ത്യ ഗവൺമെന്റ് കൂടി സഹകരണത്തോടു കൂടി ഒരു 5000 ആളുകളെ കൂടി അവർ ഇന്ത്യയിലെ നാഗാലാൻഡ് മണിപ്പൂർ റീജിയനിൽ വസിക്കുന്ന ലോസ്റ്റ് ട്രൈബായിട്ടുള്ള മനാസെ ട്രൈബിലെ ഇത്രയും ആളുകളെ കൂടി ഒരു 5000 പേരെ കൂടി ഒരു 3 വർഷത്തിനിടയിൽ അവർ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യവും ഇസ്രായേൽ പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിൽ പ്രഖ്യാപിച്ചതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.